മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോവുകയാണ്. ഇ.പി. ജയരാജനെ വധശ്രമ ഗൂഢാലോചന കേസിൽ കെ സുധാകരൻ ഇപ്പോൾ ആശ്വാസം. കെ സുധാകരൻ കുറ്റവിമുക്തനെന്ന് ഹൈക്കോടതി. ജോൺ ലോറൻസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ലോറൻസ്, നമുക്കറിയാം ഈ സുധാകരൻ ഈ നിയമ പോരാട്ടം നടത്താൻ തുടങ്ങിയിട്ട് കുറച്ചായിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായിരിക്കുന്ന ഒരു വിധി തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നേരത്തെ 2 പ്രതികളെ കുറ്റവിമുക്തരാക്കിയിരുന്നു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടായിരുന്നു സുധാകരനും ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതി ഇന്ന് നടത്തിയിട്ടുള്ളത്? ഭദ്ര, തീർച്ചയായിട്ടും KPCC പ്രസിഡന്റ് കെ സുധാകരനെതിരെ ദീർഘകാലമായി കേരള ഹൈക്കോടതിയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിലും നിലനിന്നിരുന്ന ഒരു കേസിന് ഏതാണ്ട് അന്ത്യമായിരിക്കുന്നു. ആ കേസിൻ്റെ പരിസമാപ്തിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ള വിവരം. അതായത് ഇപ്പോഴത്തെ LDF കൺവീനറും മുതിർന്ന CPM നേതാവുമായ ഇ.പി. ജയരാജനെ അദ്ദേഹം ചണ്ഡീഗഡിൽ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ രാജധാനി എക്സ്പ്രസിൽ വെച്ച് ആന്ധ്രയിലെ ചിരാലയിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നു. അദ്ദേഹത്തെ വെടിവെക്കുകയുണ്ടായി. വിക്രം ജാലിൽ ശശിയും അതുപോലെ മറ്റൊരു പ്രതിയും ചേർന്നാണ് ഈ ട്രെയിനിൽ അദ്ദേഹം വാഷ് ബേസിന് സമീപം നിന്ന് മുഖം കഴുകിയതിന് ശേഷം ഇങ്ങോട്ട് തിരിയുമ്പോൾ വെടിവെച്ചത്. ഈ വെടിയേറ്റെങ്കിലും ജയരാജൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്നിരുന്നാൽ ഈ കേസിൽ അതായത് കൊലപാതക കേസിൽ ഓങ്കോളിലെ കോടതി, അതായത് ചിരാലയ പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ ഈ വധശ്രമ കേസിൽ ആന്ധ്ര കോടതി ആന്ധ്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. ഓങ്കോൾ കോടതിയിൽ ഈ വിശദമായ കുറ്റപത്രം സമർപ്പിക്കുകയെങ്കിലും ചെയ്തെങ്കിലും ഇത് സുധാകരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കോടതി അന്ന് വെറുതെ വിട്ടിരുന്നു. പ്രതികളെ അന്ന് കോടതി വെറുതെ വിട്ടിരുന്നു. പക്ഷേ അതേ തുടർന്ന് ഈ LDF സർക്കാർ, പിന്നീട് അധികാരത്തിൽ വന്ന LDF സർക്കാർ ഈ കെ സുധാകരനെയും അതുപോലെ തന്നെ അന്നത്തെ CMPയുടെ മുതിർന്ന നേതാവും സ്ഥാപക നേതാവും ഒക്കെ MV രാഘവൻ, അതുപോലെ വിക്രം ജാലിൽ ശശി, ഒരു പേട്ട ദിനേശൻ, ഒരു രാജീവൻ എന്നിവർ ഉൾപ്പെടെ ഒരു 5 പേരെ പ്രതികളാക്കി വധശ്രമ ഗൂഢാലോചന കേസ് എടുക്കുകയും അത് കൊലപാതകം അതുപോലെ ഗൂഢാലോചന ഈ കുറ്റങ്ങൾ ചുമത്തി തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൗസിലിരുന്ന് ഇവർ MV രാഘവനും അതുപോലെ തന്നെ ഈ സുധാകരനും കൂടി ഇന്റർകോമിലൂടെ ചർച്ച നടത്തി ഈ പ്രതികളെ സ്വാധീനിച്ചു. പ്രതികൾക്ക് ജയരാജനെ വധിക്കാൻ നിർദ്ദേശം നൽകി. തോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതികൾ കൈമാറി എന്നുള്ള രീതിയിലുള്ള ചില മൊഴികളൊക്കെ പോലീസിന് ലഭിക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. ACP കേസ് രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഇതിൻ്റെ കേസ് ഫയൽ ചെയ്തു. ഈ കേസ് അവിടെ ഫയൽ ചെയ്തു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഓങ്കോൾ കോടതിയിലെ കേസ് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞാൽ പ്രതികളെ വെറുതെ വിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ കേസ് ഈ സംസ്ഥാന സർക്കാർ ഈ കേസ് എടുത്തത്, പോലീസ് ഈ കേസ് എടുത്തത്. അതും ജയരാജൻ്റെയൊക്കെ അഭ്യർത്ഥനയുടെ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കേസ് എടുത്തത്. എന്നിരുന്നാലും ഈ ഓങ്കോൾ കോടതിയിലെ കേസ് ഫലപ്രദമായി കൈകാര്യം ചെയ്യപ്പെട്ടില്ല. അല്ലെങ്കിൽ കാലതാമസം നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജയരാജൻ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഒരു അന്യായം ഫയൽ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ഇതിൽ കേസെടുക്കാൻ അന്നത്തെ ACPക്ക് നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ACP കുറ്റപത്രം നൽകി. ഈ കേസിൽ സുധാകരൻ പ്രതിയാണ്. 1-ം പ്രതി സുധാകരനായിരുന്നു. 2-ം പ്രതി രാഘവനായിരുന്നു. രാഘവൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഒഴിവാക്കി. അതോടൊപ്പം തന്നെ ഈ വിക്രം ജാലിൽ ശശിയും ഈ കേസിൻ്റെ നടപടികളിടയിൽ മരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ കേസ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ കുറ്റമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുധാകരൻ ഒരു ഹർജി നൽകി. പക്ഷേ കോടതി അത് അനുവദിച്ചില്ല. സുധാകരനൊരു തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തി. അതുകൊണ്ട് കേസ് തുടരാൻ തീരുമാനിച്ചു. അതിനെതിരെയാണ് ഈ കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നും തനിക്കെതിരെ തെളിവില്ലെന്നും വ്യാജമായി തനിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണെന്നൊക്കെ ആരോപിച്ചായിരുന്നു ഈ സുധാകരൻ ഈ കേരള ഹൈക്കോടതിയിൽ എത്തിയത്. 2016 മുതൽ ഈ കേസ് കേരള ഹൈക്കോടതിയിൽ കിടക്കുകയായിരുന്നു. കുറേ കാലം തുടർന്ന് പിന്നീട് ഇതിനെക്കുറിച്ച് ഒരു വിവരം ഉണ്ടായിരുന്നു. അതിനുശേഷം സംസ്ഥാന സർക്കാർ മാത്രമല്ല ഇ.പി. ജയരാജനും ഈ കേസ് ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാവില്ല എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഈ വെക്കേഷന് മുമ്പ് ഈ മധ്യവേനൽ അവധിക്ക് മുമ്പ് ഈ കേസിൽ വാദം കേട്ട് പൂർത്തിയായി. അദ്ദേഹം ഇപ്പോൾ വിധി പറഞ്ഞിരിക്കും. സുധാകരനെതിരെ തെളിവില്ല എന്നാണ് ഇപ്പോൾ കോടതിയുടെ കണ്ടെത്തൽ. സുധാകരൻ കേസ് കെട്ടിച്ചമച്ചതാണെന്നുള്ള സുധാകരൻ്റെ വാദം ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. സുധാകരനെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ള വിവരം. ഭദ്ര.